ലഭിക്കുന്നതിനും അതാണ് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാന ഘടകം. അപ്പോൾ അതുപോലെ ആ ഭക്ഷണ സാധനങ്ങളുടെ അഭാവം മൂലം ജനങ്ങൾ എന്താണ് കുടിയേറ്റത്തിലേക്ക് നയിക്കുക, അതായത് അവരെ സ്വയം തന്നെ എന്താണ് കുടിയേറ്റത്തിലേക്ക് നയിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ മറ്റ് അവർ താമസിക്കുന്ന ഇടങ്ങളിലൊക്കെ ഭക്ഷണത്തിനാണ് ഇവരുടെ പാർപ്പിടം, അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും എന്താണ് പൂർണ്ണമായി നികത്താൻ അല്ലെങ്കിൽ പൂർണ്ണമായി ഇല്ലാത്തതിനാൽ അവർക്ക് മറ്റ് രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യാനും മറ്റു രാജ്യങ്ങളിൽ പോയി താമസിക്കാൻ ഇടവരുന്നു എന്ന് പറയുന്നു. അതുപോലെ സ്വദേശീയ വ്യവസ്ഥകളൊക്കെ തർക്കത്തോടെ തൊഴിൽ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്. അതായത് സ്വദേശത്തുള്ള ഓരോ വ്യവസ്ഥകളും ചെയ്യുമ്പോഴും അവർക്ക് എന്താണ് തർക്കിക്കാനാണ് ഇടയായത്. അവിടെ നിന്ന് അവർ മറ്റു രാജ്യങ്ങളിലേക്ക് പോകാൻ സാധ്യതയും ഉണ്ടായി എന്ന് പറയുന്നു. പുതിയ തൊഴിൽ അവസരങ്ങളൊക്കെ കുറവായിരുന്നു, അതായത് സ്വദേശത്ത് എന്താണ് പുതിയ അവസരങ്ങളൊക്കെ അവർക്ക് എപ്പോഴും എന്താണ് കുറവായിരുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെയാണ് തൊഴിൽ ക്ഷാമവും ദാരിദ്ര്യവും ഒക്കെ കൂടിയതോടുകൂടി അവരുടെ ജീവിതത്തിന്റെ അടിസ്ഥാന മാർഗങ്ങളൊക്കെ അല്ലെങ്കിൽ ജീവിത ഉപാധി തന്നെ ഇല്ലാതാവുകയും അവർക്ക് കൂടുതലായിട്ട് അവരുടെ അടിസ്ഥാന കാര്യങ്ങൾ ലഭിക്കാത്തത് കൊണ്ടാണ് അവർ കുടിയേറ്റത്തിന് കാരണമായി അല്ലെങ്കിൽ കുടിയേറ്റത്തിലേക്ക് നയിക്കപ്പെടുകയും മറ്റു രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം തന്നെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. പാറ്റേൺസ് ഓഫ് മൈഗ്രേഷൻ. അപ്പോൾ 5 തരത്തിലുള്ള പാറ്റേൺസ്, 5 പാറ്റേൺസ് ഓഫ് മൈഗ്രേഷനെ കുറിച്ച് ഇവിടെ പറയുമ്പോൾ ഇന്ത്യൻ തൊഴിലാളി കുടിയേറ്റങ്ങൾക്ക് കാരണമാകും. കരാർ അടിസ്ഥാനത്തിൽ വിദേശത്തേക്ക് തൊഴിലാളികളെ അയക്കുന്ന രീതിയാണ് പറയുന്നത്. അതായത് ഇവിടുത്തെ ഇൻഡെൻചർ ലേബർ മൈഗ്രേഷന് എന്താണെന്ന് നോക്കാം. അതായത് കരാർ അടിസ്ഥാനത്തിൽ വിദേശത്തേക്ക് തൊഴിലാളികളെ അയക്കുന്ന രീതിയാണ് പറയുന്നത്. അതായത് പല മേഖലകളിലും എന്താണ് തൊഴിലാളി മേഖലയിലാണെങ്കിൽ പല മേഖലകളിലും കരാർ അടിസ്ഥാനത്തിൽ കരാർ അടിസ്ഥാനത്തിലാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ തൊഴിലാളികളുടെ രീതിയിലും എന്താണ് കരാർ അടിസ്ഥാനത്തിൽ ഇന്ത്യക്കാരെ മറ്റു രാജ്യങ്ങളിലേക്ക് എന്താണ് തൊഴിലിനായി അല്ലെങ്കിൽ തൊഴിൽ ചെയ്യാനായിട്ട് വിദേശത്തേക്ക് കൊണ്ടുപോകുന്ന രീതിയാണ് പറയുന്നത്. അതുപോലെ കമ്പനി അതായത് മെൻസ്ട്രി ലേബറിനെ കുറിച്ച് ഇവിടെ പറയുന്ന സമയത്തും എന്താണ് ഇടനിലക്കാർ വഴി എന്താണ് തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്ത് കുടിയേറ്റം നടത്തുകയും ചെയ്യുന്നു. അപ്പോൾ തൊഴിലാളികളെ എന്താണ് ആദ്യം എന്ന് പറയുന്നത് കരാർ അടിസ്ഥാനത്തിൽ എന്താണ് കൊണ്ടുപോകുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെയാണ് ഇടനിലക്കാർ വഴി, അതായത് എപ്പോഴും എന്താണ് ഏത് മേഖലകളിലും 2 തലക്കാരുണ്ടാവും, ഏറ്റവും ഉയർന്നവരും ഏറ്റവും താഴ്ന്നവരും അതിൻ്റെ ഇടയിൽ. അപ്പോൾ ഇടനിലക്കാർ വഴി അല്ലെങ്കിൽ ഒരു മീഡിയേറ്റർ വഴി എന്താണ് മറ്റു രാജ്യങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്യുക, അതായത് തൊഴിലാളികളെ റിക്രൂട്ട്മെന്റിലൂടെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് അവരെന്താണ് മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുടിയേറ്റം നടത്താൻ വേണ്ടി തൊഴിലിനായി പോകുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. അതുപോലെയാണ് ഫ്രീ പാസേജ് മൈഗ്രേഷനെ കുറിച്ച് പറയുമ്പോൾ സ്വമേധയാ അല്ലെങ്കിൽ സ്വന്തം ചെലവിൽ വിദേശത്തേക്ക് പോകുന്നവരാണ് പ്രധാനമായും വ്യാപാരികളായിട്ട് പറയുന്നത്. പല തരങ്ങളിലുണ്ട്. എന്താണ് സ്വന്തം, അതായത് കരാർ അടിസ്ഥാനത്തിൽ പോകുന്നവര്, ഇടനിലക്കാർ വഴി പോകുന്നവര്, അതുപോലെ തന്നെയാണ് സ്വന്തം ഇഷ്ടപ്രകാരം മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നവരുണ്ട്. അതുപോലെ ബ്രെയിൻ ഡ്രെയിൻ അതായത് എന്ന് പറയുന്നത് ഉയർന്ന വിദ്യാഭ്യാസവും കഴിവും ഉള്ളവർ എന്താണ് വികസിത രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നവരുണ്ട്. അപ്പോൾ പല 5 മേഖലകളിലായിട്ട് പറയുന്ന സമയത്ത് കരാർ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെയാണ് ഇടനിലക്കാർ വഴിയും സ്വമേധയെ പോകുന്നവരും, അതുപോലെ ബ്രെയിൻ ഡ്രെയിൻ വഴി, അതായത് ഉയർന്ന രീതിയിൽ ചിന്താശേഷിയും അതുപോലെ വിദ്യാഭ്യാസം ഉള്ളവരെന്താണ് അവരുടെ കഴിവുകൾ പുറപ്പെടുവിപ്പിക്കാൻ അല്ലെങ്കിൽ അവരുടെ കഴിവ് തെളിയിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉയർന്ന ശമ്പളം അല്ലെങ്കിൽ ഉയർന്ന ജോലിക്ക് വേണ്ടിയിട്ട് വികസിത രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നവരും ഉണ്ട് എന്ന് പറയുന്നു. അതുപോലെയാണ് ലേബർ മൈഗ്രേഷൻ വെസ്റ്റ് ഏഷ്യ. ഇവിടെ വെസ്റ്റ് ഏഷ്യ പോലുള്ളവിടങ്ങളിലൊക്കെ എന്താണ് കരാർ അടിസ്ഥാനത്തിൽ തൊഴിലാളികൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കുകയും പോകുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പൊ 5 തലങ്ങളിലായിട്ടാണ് നടക്കുന്നത് എന്ന് പറയുന്നു. ഇൻഡെൻചർ ലേബർ മൈഗ്രേഷനെ കുറിച്ചാണ് ഇനി നോക്കുന്നത്.
പോകുന്നത്. അപ്പൊ ഇന്റൻഷൻ ലേബർ മൈഗ്രേഷനെ കുറിച്ച് നോക്കുമ്പോൾ കരാർ അടിസ്ഥാനത്തിൽ തൊഴിലാളികളൊക്കെ സാധാരണ 3-5 വർഷത്തിലേക്ക് കരാർ പ്രകാരം ജോലിയിലേക്ക് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്ക് ജോലി ചെയ്യാൻ വേണ്ടി പോകുന്നവര് ഉണ്ട് എന്ന് പറയുന്നു. അതുപോലെ അതിന്റെ പ്രധാനമായിട്ടുള്ള അതിന്റെ ലക്ഷ്യസ്ഥാനമായിട്ട് പറയുന്ന സമയത്ത് എവിടെയെങ്കിലൊക്കെ ആയിരിക്കും പോവുക ഒരു കരാർ അടിസ്ഥാനത്തിൽ. അതിന്റെ പ്രധാനമായിട്ടുള്ളൊരു അല്ലെങ്കിൽ പ്രധാനമായിട്ടുള്ള മേഖലകൾ എന്ന് പറയുന്നത് കരീബിയൻ പ്രദേശങ്ങൾക്കും ഫിജി അതുപോലെ മൗറേഷ്യ പോലുള്ള സ്ഥലങ്ങളിലേക്കാണ് കൂടുതലായിട്ട് പോകുന്നത് എന്ന് പറയുന്നു. കുടിയേറ്റം അല്ലെങ്കിൽ കൂടുതലായിട്ട് ജോലികൾക്കായി പോകുന്നത് എന്ന് പറയുന്ന ആൾക്കാര്. അതുപോലെ വർക്കേഴ്സ് ഒക്കെ സ്ഥിരമായിട്ട് പോകുന്നവർ എവിടേക്കൊക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ഇവിടെ കൂടുതലായിട്ടും വർക്കേഴ്സ് അവരുടെ അതായത് കാലാവധി, അതായത് കരാർ അടിസ്ഥാന കാലാവധി കഴിഞ്ഞ ശേഷവും എന്താണ് പലരും പല രീതിയിൽ കർഷകരായിട്ടോ അല്ലെങ്കിൽ സ്ഥിര താമസക്കാരായിട്ടോ മറ്റു പല മേഖലകളിലേക്ക് കടന്ന് അവിടെ സ്ഥിര താമസമാക്കുകയും ചെയ്യും. അല്ലെങ്കിൽ നാട്ടിലേക്ക് അല്ലെങ്കിൽ അവരുടെ സ്വന്തം രാജ്യത്തിലേക്ക് തിരിച്ചു വരുന്നവരും ഉണ്ട് എന്ന് പറയുന്നു. അതായത് കൂടുതലായിട്ടും ജോലികൾക്കായിട്ട് യുവാക്കളാണെങ്കിലും പുരുഷ തൊഴിലാളികളൊക്കെ എന്താണ് കൂടുതലായിട്ട് ജോലികൾക്കായി പോകുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നു. അതുപോലെ കൊളോണിയൽ കാലഘട്ടത്തിൽ പ്രധാനമായിട്ട് തൊഴിലാളികൾ കുടിയേറാൻ വേണ്ടി അല്ലെങ്കിൽ കുടിയേറ്റ മാതൃകകളെ തന്നെ മുന്നോട്ട് വെക്കുകയും ചെയ്തു എന്ന് പറയുന്നു. പിന്നീട് സ്ഥിര ഡയസ്പോറ സമൂഹങ്ങൾ രൂപപ്പെടാൻ ഇതിനൊരു വലിയൊരു കാരണമായി തന്നെ ഇടയായി എന്ന് പറയുന്നു. കങ്കണി പാസേജ് മൈഗ്രേഷനെ കുറിച്ചാണ് പറയുന്ന സമയത്ത് ഇവിടെ കങ്കണി സിസ്റ്റം അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ടു ശ്രീലങ്ക, മലേഷ്യ പോലുള്ള രാജ്യങ്ങളിൽ എന്താണ് കൂടുതലായിട്ട് കങ്കണി സിസ്റ്റം കൊണ്ടുവരികയും ഇവിടെ എന്താണ് കങ്കണി തൊഴിലാളികളെ കൊണ്ടുപോയി ജോലി നൽകുന്ന സംവിധാനവും ഉണ്ടായി എന്ന് പറയപ്പെടുന്നു. അതുപോലെയാണ് മിനിസ്ട്രി സിസ്റ്റം ബർമ പോലുള്ള ഇവിടങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. പാസേജ് മൈഗ്രേഷനെ കുറിച്ച് പറയുമ്പോൾ പഞ്ചാബ്, ഗുജറാത്ത് പോലുള്ളവിടങ്ങളിലൊക്കെ വ്യാപാരികളെ കൂടുതലായിട്ട് ഗുജറാത്തിലാണെങ്കിലും വ്യാപാരികൾക്ക് അല്ലെങ്കിൽ പ്രധാന മേഖലകളായിട്ട് സ്വമേധയാ അല്ലെങ്കിൽ വിദേശത്ത് പോകാൻ വേണ്ടിയുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയും അല്ലെങ്കിൽ ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. ഇവിടെ ഗുജറാത്ത്, പഞ്ചാബ് പോലുള്ള മേഖലകളിലേക്കാണ് ആൾക്കാർ പോകുന്നത് എന്ന് അല്ലെങ്കിൽ ആൾക്കാർ കൂടുതലായിട്ട് അവിടെ നിന്ന് പോകുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. അതിൻ്റെ ഈസ്റ്റ് ആഫ്രിക്ക പോലുള്ള ബിസിനസ് കമ്മ്യൂണിറ്റീസ്, അതായത് ബിസിനസ് വ്യാപാര സമൂഹം രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നു എന്ന്, അല്ലെങ്കിൽ പഞ്ചാബ്, ഗുജറാത്ത് പോലുള്ളവിടങ്ങളിലെ ആൾക്കാർ എന്താണ് ഈസ്റ്റ് ആഫ്രിക്ക പോലുള്ള അവിടങ്ങളിലേക്ക് വ്യാപാര ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. മോഡേൺ മൈഗ്രേഷനെ കുറിച്ച് പറയുമ്പോൾ ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു എന്താണ്, അതായത് ഓരോ ആൾക്കാർക്കും അവരുടേതായ വിദ്യാഭ്യാസമാണെങ്കിൽ അത് കഴിവാണെങ്കിൽ എല്ലാം എന്താണ് കൂടുതലുള്ളവർ വികസിപ്പിക്കും അവരുടെ കഴിവ്. വിദ്യാഭ്യാസ രംഗത്തും വളരെയേറെ മുന്നിലായിരിക്കും. അവരുടെ കഴിവാണെങ്കിലും അല്ലെങ്കിൽ മറ്റേത് മേഖലയിലും അവരെന്താണ് ഉയർന്ന സ്ഥാനമായിരിക്കും ഉള്ളത്. അപ്പോൾ അവർ അങ്ങനെയുള്ള വ്യക്തികൾ എന്താണ് അവരുടെ അവരുടെ കഴിവ് തെളിയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ കഴിവ് പ്രകടിപ്പിക്കാൻ വേണ്ടിയും മറ്റു രാജ്യങ്ങളിൽ അവർക്ക് എന്താണ് വികസിത രാജ്യങ്ങളിൽ കൂടുതൽ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അവിടെ നിന്നിട്ട് എന്താണ് അമേരിക്ക, കാനഡ പോലുള്ള രാജ്യങ്ങളിലേക്ക് കൂടുതലായിട്ട് കുടിയേറി പാർക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർമാരും എഞ്ചിനീയർമാരും ശാസ്ത്രജ്ഞന്മാരും ഒക്കെ എന്താണ് കൂടുതലായിട്ട് അവിടേക്ക് പോവുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. അപ്പൊ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് അത് വെസ്റ്റ് ഏഷ്യ മൈഗ്രേഷൻ, അതായത് ലേബേഴ്സിനൊക്കെ
തലത്തിൽ അവർക്ക് കൂടുതൽ വിദേശത്തേക്ക് പോകുമ്പോൾ അവർക്ക് കൂടുതലായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളാണെങ്കിലും അവരുടെ ശമ്പളമാണെങ്കിലും അവരുടെ പലതരത്തിലുള്ള അവർക്ക് ഡെവലപ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു അവസരം ഉണ്ടാകുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൂടെ എന്താണ് സ്വദേശത്തെ അല്ലെങ്കിൽ സ്വന്തം ദേശമായ അല്ലെങ്കിൽ ഇന്ത്യക്ക് അവർ ചെയ്യുന്ന ഓരോ ജോലിയും അല്ലെങ്കിൽ അവർ സമ്പാദിക്കുന്ന സമ്പാദ്യമൊക്കെ എന്താണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് അതൊരു വലിയ ഒരു ഉയർച്ചയായിട്ട് തന്നെ ആണ് കണക്കാക്കുന്നത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് അവരുടെ കുടുംബങ്ങളാണെങ്കിലും രാജ്യത്തിനാണെങ്കിലും വലിയ സഹായങ്ങൾ തന്നെയാണ് അതായത് കുടിയേറി പാർക്കുന്നവർ ചെയ്യുന്നത് എന്ന് പറയുന്നത്. അപ്പൊ സ്വദേശത്തിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ അവരുടെ ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പൊ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് അവർ ജോലി ചെയ്യുന്ന സമയത്ത് അവർ നൽകുന്ന അവരുടെ സമ്പാദ്യം അല്ലെങ്കിൽ അവരുടെ പൈസയ്ക്ക് നല്ല മൂല്യമാണ് ഉള്ളത്. അപ്പൊ അവരുടെ രാജ്യത്തിനാണെങ്കിലും വികസിപ്പിക്കാനുള്ള ഒരു വഴി ഓരോരുത്തരും അതായത് ഉണ്ടാക്കിയെടുക്കുകയും അവരുടെ കുടുംബത്തിനാണെങ്കിലും മറ്റു എല്ലാ മേഖലകളിലും അതൊരു വികസനമായി തന്നെയാണ് കണക്കാക്കുന്നത് എന്ന് പറയുന്നു. ഈ യൂണിറ്റിന്റെ കൺക്ലൂഷൻ, മൈഗ്രേഷൻ ഷേപ്ഡ് ബൈ കൊളോണിയലിസം, എക്കണോമിക്, സോഷ്യൽ ഫാക്ടേഴ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് കൂടുതൽ കുടിയേറ്റം രൂപപ്പെടുന്നത് തന്നെ ആദ്യമേ പറഞ്ഞു കോളനിവൽക്കരണത്തിലൂടെയാണ് എന്നും സാമ്പത്തിക ഘടകങ്ങളൊക്കെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നും സാമൂഹിക ഘടകങ്ങളൊക്കെ എന്നിവയുടെ സ്വാധീനം വളരെയേറെ പ്രാധാന്യം കൽപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നു. ഇന്ത്യൻ ഡയസ്പോറ ഇവിടെ ലോകത്തിന്റെ പല മേഖലകളിലും ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുകയാണ് എന്നാണ് പറയുന്നത്. അതിലൂടെ വളരെയേറെ നല്ല നേട്ടങ്ങളാണ് നൽകുന്നത് എന്ന് പറയുന്നു. അതുപോലെ അവരുടെ കൾച്ചർ ആണെങ്കിലും മറ്റേത് റിമിറ്റൻസുകളാണെങ്കിലും സംസ്കാരമാണെങ്കിലും വ്യാപാരമാണെങ്കിലും എന്നിവ വഴി അവർ കൂടുതലായിട്ട് സ്വദേശവുമായി ബന്ധം വീണ്ടും വീണ്ടും നിലനിർത്തുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നു. ആഗോള സമ്പദ് വ്യവസ്ഥയിൽ കൂടുതൽ മാറ്റങ്ങൾക്ക് വിധേയമാവുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. ഇന്ത്യൻ ഡയസ്പോറകൾ വലിയ അതായത് എല്ലാ തലത്തിലും ആഗോള മേഖലയിലാണെങ്കിലും സാമ്പത്തിക മേഖലയിലാണെങ്കിലും മറ്റു എല്ലാ മേഖലകളിലും ഇന്ത്യൻ ഡയസ്പോറകളുടെ സ്വാധീനം എന്ന് പറയുന്നത് വലിയ പങ്ക് തന്നെയാണ് വഹിക്കുന്നത് എന്നാണ് ഈ യൂണിറ്റിലൂടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് എന്ന് അതായത് കൂടുതൽ ഡയസ്പോറകളുടെ പ്രാധാന്യത്തെ കുറിച്ചും അവർ നേരിടുന്ന ഓരോ പ്രശ്നവും ഓരോ ലക്ഷ്യങ്ങളും ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് അടുത്ത യൂണിറ്റിന്റെ അല്ലെങ്കിൽ അടുത്ത ബ്ലോക്കിന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെങ്കിൽ CBS എമിനന്റ് ലേണിംഗ് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. കൂടുതൽ വിശദമായ വിവരങ്ങൾക്ക് 7012461727 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ അല്ലെങ്കിൽ അഡീഷണൽ ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ്.